ക്യാഷ് ഫ്ലോ അടിസ്ഥാനത്തിലാണ് നമ്മളെപ്പോഴും ബിസിനസ്സിനെ ഡിഫൈൻ ചെയ്യാറുള്ളത് അല്ലേ. എന്നാൽ ഹാപ്പിനെസ് ആ ഒരു ഇമോഷൻ അടിസ്ഥാനത്തിൽ നമ്മൾ ബിസിനസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ ഹാപ്പിനെസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ക്യാഷ് ഫ്ലോയിലും ബിസിനസ്സിലും. അപ്പോൾ അത് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ നോക്കുന്നത്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. റോ മെറ്റീരിയൽസ് ആയിട്ടും പീപ്പിൾസിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ. ഒന്നെങ്കിൽ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസൊക്കെ ആയിരിക്കും അവിടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ആ സർവീസിനെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ അതിൻ്റെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി മാർക്കറ്റ് ചെയ്യാനുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അവിടെയും കുറച്ച് ആൾക്കാരൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതിലൂടെ അതിനെ സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് വരുന്ന എൻക്വയറീസ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് ഈ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. ഇതാണ് ബേസിക്കലി ഉണ്ടാവുക. അപ്പോൾ ഒരു ഫണ്ട് ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്തിട്ട് ആ എമൗണ്ട് കൂടുതൽ എമൗണ്ട് വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ ബിസിനസ്സിൽ ജനറേറ്റ് ആവുന്നുണ്ടാവുക. ഈ ഒരു അർത്ഥത്തിലാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യേണ്ടത്. ഈ ക്യാഷ് ഫ്ലോ ഇല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കാര്യമില്ല. എൻഡ് ഓഫ് ദി ഡേ പെട്ടിയിൽ പണം വീഴണം എന്നാണ് പറയാം. നമ്മൾ ഈ കുറേ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന എമൗണ്ടിലൂടെ ഈ എക്സ്പെൻസിൻ്റെ കാട്ടിയും കൂടുതൽ എമൗണ്ട് ജനറേറ്റ് ആകുമ്പോൾ മാത്രമാണ് അവിടെ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. ഈ പലപ്പോഴും പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം ബിസിനസ്സും റൺ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് എക്സ്പെൻസ് ഇവിടെ വരുന്നുണ്ടാവും, എന്നാൽ കൃത്യമായിട്ട് അവിടെ പ്രോസസ്സിൻ്റെ ഇൻഎഫിഷ്യൻസി കൊണ്ട് ബിസിനസ് നടക്കാതെ എൻഡ് ഓഫ് ദി ഡേ മൈനസിൽ കിടക്കുന്ന ഒരു സാഹചര്യം നല്ലോണം ഉണ്ട്. അല്ലെങ്കിൽ പോസിറ്റീവിൽ തന്നെ ആയിരിക്കും, പക്ഷേ അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ്, നമ്മളിടുന്ന എക്സ്ട്രാ എഫേർട്ടുകൾ, നമ്മളുടെ ലൈഫ് വർക്ക് ബാലൻസ് ഒക്കെ തെറ്റിച്ചിട്ടുള്ള നമ്മുടെ റൂട്ടീന്, ഇതൊക്കെ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ലോസിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഹാപ്പിനെസ് എന്നുള്ള ഇമോഷൻ്റെ ഒരു കാര്യം കിടക്കുന്നത്. എങ്ങനെ നമ്മൾ പ്രോഫിറ്റബിൾ ആക്കാം, എങ്ങനെ നമ്മൾ എക്സ്പെൻസിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ പൈസ ഇവിടെ പെട്ടിയിൽ വീഴ്ത്താനുള്ള ലെവലിലേക്ക് വരുത്താം. അല്ലെങ്കിൽ ഇൻകം കൂട്ടണമല്ലോ, എക്സ്പെൻസ് അവിടെ ഉണ്ട്, സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള എക്സ്പെൻസ് ഉണ്ട്, അത് അധികം ഓവർ ആവാതെ ചെയ്യാനുള്ള പണികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ആ എക്സ്പെൻസിൽ നിന്നും മാക്സിമം എഫിഷ്യൻ്റിൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റും മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്തിട്ട് കൂടുതൽ എമൗണ്ട് ഇവിടെ വരണം. അപ്പോൾ മാത്രമാണ് പ്രോഫിറ്റ് എന്ത് ചെയ്യുള്ളൂ, ഉണ്ടാവുകയുള്ളൂ. ആ പ്രോഫിറ്റ് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അവിടെയാണ് ഈ ഇമോഷൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്നുള്ളതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ എൻ്റയർ ബിസിനസ് നമ്മൾ ക്യാഷിൻ്റെ ഫ്ലോ ആയിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്ന ഒപ്പം തന്നെ ഈ ആളുകളുടെ ഫ്ലോ എന്നുള്ള അർത്ഥത്തിനും കൂടെ നമുക്ക് കാണാൻ പറ്റണം. ആളുകൾ രണ്ട് തരത്തിലാണ്. ഒന്നെന്താണ്, നമ്മൾ ബിസിനസ്സുകാരുണ്ട്, അവിടെ മാറ്റി വെക്കാം. നമ്മളെ ടീമിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം ഉണ്ടാവും, അതേപോലെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇത് രണ്ടും ആൾക്കാരാണ്. ഇവിടെ എല്ലാ തട്ടിലും എന്ത് ചെയ്യാൻ പറ്റണം, ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഞാൻ സിംപ്ലി പറയാം, കസ്റ്റമേഴ്സിൽ നിന്നും തുടങ്ങാം. കസ്റ്റമറിനൊരു ഫോർ ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ മുന്നത്തെ അവസ്ഥയുണ്ട്. അവിടെ കുറേ പെയിൻ പോയിന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് നീഡ്സ് ഉണ്ടാവും, അവരുടെ ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ നിന്നുള്ളൊരു സൊല്യൂഷൻ എന്നുള്ള ലെവലിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിനെ സർവീസിനെയോ മാർക്കറ്റ് ചെയ്യാൻ ഈ മാർക്കറ്റിംഗ് പീപ്പിളിനാവണം എന്നുള്ളതാണ്. ഓവർ ഇങ്ങനെ സെല്ല് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇവരെ വെറുപ്പിച്ച് തിരിച്ചു പോകാൻ പാടില്ല. ഇവിടെ നമ്മൾ ഓവർ സെല്ല് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അതിനെ ഒബ്ജക്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. എന്നാൽ നാളെ തന്നെ ബുക്ക് ചെയ്യില്ലേ, നിങ്ങൾ നോക്കിയിരുന്നോ, കോട്ട് നോക്കിയിരുന്നോ, നാളെ ഓർഡർ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ നോക്കാം എന്നുള്ള ലെവലിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളൊരാളിങ്ങനെ ഓവർ സെല് ചെയ്യണമെന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവിടെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രോബ്ലം സോൾവിങ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇനീഷ്യലി കഴിയണം. അവിടെ എന്തുണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സൈക്കോളജി ഉണ്ട്, ഇവിടെ നടക്കുന്ന സൈക്കോളജി ഉണ്ട്. ഈ സൈക്കോളജിയും കണക്റ്റ് ആയിക്കൊണ്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിൽ ഈ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് നടത്താനുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തണം. ആ ആൾക്കാർ വർക്ക് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യണം. അവർക്ക് നല്ല രീതിയിലുള്ള സാലറി കിട്ടണം. സാലറിൻ്റെ അപ്പുറത്തേക്കുള്ള ഇൻസെൻറ്റീവ് പ്ലാൻസുകളൊക്കെ നമ്മളെ ബിസിനസ്സിന് അണ്ടറിൽ വേണം. അങ്ങനെ ആകുമ്പോഴാണ് കസ്റ്റമറിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്ന ഒരു ടീമായിട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ ചെയ്തതിനൊന്നും എനിക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ എഫിഷ്യൻസി കുറയും. അപ്പോൾ നമ്മളുടെ ടീമിൻ്റെയും നമ്മൾ വരുന്ന കസ്റ്റമറിൻ്റെയും മാർക്കറ്റിംഗ് സൈഡിൽ നല്ല ഹാപ്പിയായി ക്ലോസ് ചെയ്യണം. അതേപോലെ തന്നെ സെയിൽസ് സൈഡ്, മാർക്കറ്റിംഗും സെയിൽസും നമ്മൾ ഒരുമിച്ച് പറയുന്ന രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാണ്.
ഇവിടുന്ന് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ എൻക്വയറിനെ അല്ലെങ്കിൽ കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് സെയിൽസ് ടീം. ഈ സെയിൽസ് ടീമിലൂടെയാണ് ഈ കസ്റ്റമർ എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രോസസ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു അറ്റൻഷൻ ഉണ്ടാവുള്ളൂ. മാർക്കറ്റിങ്ങിലൂടെ നമ്മളെ പറ്റി ജസ്റ്റ് അറിയുന്നു, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഹാൻഡിൽ ചെയ്യുന്ന ടീമാണ് ശരിക്കും സെയിൽസ് ടീം. അപ്പോൾ ഇവിടെയും ഇവർക്ക് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസെൻറ്റീവ് പ്ലാനുകളും അല്ലെങ്കിൽ അതിനുള്ള ഇൻഫർമേഷൻസും അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻസ് ഒഴിവാക്കാനുള്ള നടപടികളൊക്കെ നമ്മുടെ ബിസിനസ്സിൻ്റെ അണ്ടറിൽ ഉണ്ടാകുമ്പോൾ ഇവർക്ക് നല്ല ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിലൂടെ ഇവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കസ്റ്റമേഴ്സിനുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, നമ്മളിങ്ങനെ ഓവർ സെല്ല് ചെയ്യാൻ ശ്രമിക്കില്ല. മാർക്കറ്റിങ്ങിലും സെയിൽസിലൊക്കെ ഓവർ സെല്ല് ചെയ്യാൻ ശ്രമിക്കില്ല. ഇവരായിട്ടുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. ഇവർക്ക് നമ്മളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ വാങ്ങുന്നതിലൂടെ അവർക്കൊരു പ്രോബ്ലം സോൾവിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വയറീസുകളും ഡൗട്ട്സുകളും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ബന്ധം ഈ സെയിൽസ് ടീമും കസ്റ്റമറും തമ്മിൽ ഉണ്ടാക്കണം. അപ്പോൾ അവിടെ എല്ലാ ആസ്പെക്റ്റിലും, ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നിടത്തും, കോൾ അറ്റൻഡ് ചെയ്യുന്നിടത്തും, വിഷ് ചെയ്യുന്നിടത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് അത് ഡീൽ ചെയ്യുന്നിടത്തും, എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നിടത്തും ഒക്കെ ഈ ഒരു ഹാപ്പിനെസ് നിലനിർത്തി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു സൈക്കോളജി വർക്കൗട്ട് ചെയ്തിട്ട് അത് സെയിലിൽ കൺവേർഷൻ കൂട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് അതിലൂടെ സെയിൽസ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ അവർ വീണ്ടും നമുക്ക് ഈ സെയിൽസ് ടീമിനെ റീസെല് ചെയ്യാൻ പറ്റും, അപ്സെല് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ കസ്റ്റമർ ആണെങ്കിൽ വേറെ ആൾക്കാരെ റെഫർ ചെയ്യാനൊക്കെ സാധിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കണേ എന്ത് വേണം, ഓപ്പറേഷൻസിലുള്ള ആൾക്കാരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെയും ടീമിന് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന. നമ്മളിപ്പോൾ ഒരിക്കലും ഒരു ബോസിനെ നിർത്തിയിട്ട് ചെയ്യ് അവിടെ ഒരു പ്രഷർ കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഓവർ സെല്ല് ചെയ്തിട്ട് ഇനിഫിഷ്യൻ്റ് ആവുമെന്ന് പറഞ്ഞല്ലോ, ഓവർ സെല്ല് ചെയ്ത് അവരെന്ത് ചെയ്യും ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ബോസിനെ നിർത്തിയിട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിനെക്കാട്ടും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുക അവരെ ഹാപ്പി ആക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഓപ്പറേഷൻ ഫ്രിക്ഷൻസ് ഒക്കെ കുറക്കുക എന്നുള്ളതാണ്. അവിടെ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇൻസെൻറ്റീവ് പ്ലാനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ സെയിലിന് ശേഷം നടക്കുന്ന പ്രോസസ്സുകൾ, ഇപ്പോൾ സർവീസ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും, പ്രൊഡക്റ്റ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവിടെ ഈ കൊടുക്കുന്ന ക്യാഷിന് നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആണ് ഒരു മാസം നമ്മൾ പ്രൊഡക്ഷനിൽ ഇടുന്നത്, റോ മെറ്റീരിയൽസ് ആണ് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വേസ്റ്റേജ് കുറച്ച് പ്രൊഡക്റ്റിന് ഇഷ്യൂസ് ഇല്ലാതെ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ സർവീസ് ആണെങ്കിൽ ഒരു മാസം വർക്ക് ചെയ്ത് കിട്ടുന്ന ഔട്ടിനെക്കാട്ടിയും കൂടുതൽ ഔട്ട് അവിടെ കിട്ടുന്നുണ്ടാവും. അങ്ങനെ ആളുകളെ അഥവാ ടീമിനെയും കസ്റ്റമേഴ്സിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് അവിടെ കിട്ടുന്നുണ്ടാവും. കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് ഡീൽ ചെയ്യാനുള്ള ടീം ഇവിടെ ഉണ്ടാവും. അവരൊക്കെ ഒരു ഹാപ്പിനെസ് എന്നുള്ള ഒരു ഐഡിയോളജിയിൽ നമ്മൾ കോർ വാല്യൂസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഹാപ്പിനെസ്, ഡെലിവറിങ് ഹാപ്പിനെസ് എന്നൊക്കെ പറയും. പക്ഷെ അത് ശരിക്കും മീനിങ് ഫുൾ ആവേണ്ടത് എല്ലാ തട്ടിലും ആളുകൾ എത്രത്തോളം ഹാപ്പിനെസ് മീറ്റർ വെച്ചിട്ട് എത്രത്തോളം ഹാപ്പിയർ ആവുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ ടീം നല്ല ഹാപ്പി ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ഫ്രിക്ഷൻലെസ് ആയിട്ടും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നല്ല ഹാപ്പിനെസ് ഉണ്ടാവും. ഈ ഹാപ്പിനെസ്സിന് ഇക്വലൻ്റ് ആയിട്ടാണ് ഇവർ ഈ പൈസ തരുന്നത്. അങ്ങനെ ഈ ഹാപ്പിനെസ് മീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത്രത്തോളം നമുക്ക് റീസെൽ ചെയ്തിട്ടും അപ്സെൽ ചെയ്തിട്ടും ഇവർ കൂടുതൽ റെഫറൽ തന്നിട്ടും മാർക്കറ്റിംഗ് കോസ്റ്റ് ഒന്നും ഇല്ലാതെ പുതിയ ക്ലയൻസ് ഓർഗാനിക് ആയിട്ട് വരുന്ന സിറ്റുവേഷൻ വന്നിട്ടൊക്കെ ഈ ഹാപ്പിനെസ് ഇതിൽ കൂടുതലാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഹാപ്പിനെസ് വരിക. ഇവർക്ക് കിട്ടിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ ഡീലിങ്ങോ പ്രൊഡക്റ്റ് കൊണ്ടൊക്കെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അവർ തരുന്ന പൈസനെക്കാട്ടിയും കൂടുതലാവുന്ന കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ക്യാഷ് ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കും. കൂടുതൽ ഇഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെൻസിന് അപ്പുറത്തേക്കുള്ള ഇൻകം ആയിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതാണ്. അത് എന്തിനേക്കും നയിക്കും, പ്രോഫിറ്റ് കൂട്ടാനിലേക്ക് നയിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, നമ്മുടെ ടീമുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റിലെ ടീമുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ ഉണ്ട്, ബിഫോർ ആഫ്റ്റർ ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവിടെ എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വേൾഡ് പോലെയാണ്. അതിൽ കുറേ ആൾക്കാർ അസോസിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ടീമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വലിയ പാർട്ട് നമ്മുടെ ബിസിനസ്സിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെയൊക്കെ അവരുടെ ഒരു ഹാപ്പിനെസ് മീറ്റർ നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെ കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ ഹാപ്പിനെസ് മീറ്റർ കൂട്ടുക. അത് മാത്രം പോരാ, അവിടെ ഹാപ്പിനെസ് ആവണമെങ്കിൽ സിസ്റ്റം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. എന്ത് സിസ്റ്റമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബിസിനസ്സുകാരിൽ നിന്നുള്ളത് സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ ഏരിയസിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എടുക്കുന്നു, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തുന്നു, അത് ബെറ്റർ ആക്കാനുള്ളൊരു സിസ്റ്റം
ചേഞ്ച് അവിടെ ഉണ്ടാക്കുന്നു. എപ്പോഴും പുതിയ സിസ്റ്റത്തിലുള്ള അപ്ഡേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക, ബെറ്റർ ഹാപ്പിനെസ് മൊത്തം സിസ്റ്റത്തിൽ ജനറേറ്റ് ആവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അതിലൂടെ കസ്റ്റമേഴ്സിന് ഹാപ്പിനെസ് ഉറപ്പ് വരുത്തുക. സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് കൂടുന്നുള്ളതാണ്. കസ്റ്റമർ സൈക്കോളജി എന്നൊക്കെ നമ്മൾ കൂടുതൽ വീഡിയോസൊക്കെ ഇട്ട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഇതുകൊണ്ട് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാഷിനെ വലിക്കുന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്യാഷ് അതിന് പുറകെ പിന്തുടരുന്നുള്ളതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഒരേ സമയം ക്യാഷ് ഫ്ലോയും നോക്കണം, അതേസമയം ഹാപ്പിനെസ് മീറ്റർ എന്നുള്ള ലെവലിൽ എല്ലാ തട്ടിലും നമ്മൾ ഏറ്റവും അസോസിയേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ടീമും ഹാപ്പിയാണോ, അതേപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാഷ് പ്രോഫിറ്റബിൾ ആയിട്ടാണോ ക്യാഷ് ഫ്ലോ ചെയ്യുന്നത്, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിഷ്യറി ആവുന്ന കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതൊരു റയർ ടോപ്പിക്കാണ്. ഇപ്പോൾ ഇതിൽ നിന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും കമൻറ്റുകളൊക്കെ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.